വിശുദ്ധ സഭയെ സ്വമനസ്സാണ് വരികയും വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നാഥനായ മശിഹായ്ക്ക് സ്തോത്രം ചെയ്യുക. തന്റെ കഷ്ടത കൊണ്ടും മരണം കൊണ്ടും ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവായ മശിഹാ തമ്പുരാനെ, നിന്റെ താഴ്മയ്ക്കായി നിനക്ക് സ്തോത്രം. നിന്നെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ജാതികളുടെ പുത്രിയായ സഭയെ തന്റെ ക്രൂശിനാലും കഷ്ടതയാലും നിന്നെ വിവാഹത്തിന് പറഞ്ഞ് നിശ്ചയിക്കുകയും തന്റെ മരണം കൊണ്ട് നിന്നെ ജീവിപ്പിക്കുകയും ചെയ്ത അത്യുന്നതന്റെ ആദിജാതന് സ്തുതി പാടുക. സൃഷ്ടികളെയും ഞങ്ങളുടെ വഹിച്ചവനുമായ ആ മഹാശക്തന് സ്തുതി. ജാതികളുടെ പുത്രിയെ തന്റെ കഷ്ടപ്പാടും കൊണ്ടും മരണം കൊണ്ടും ക്രൂശ് കൊണ്ടും സൃഷ്ടികളെ സ്വതന്ത്രരാക്കിയ തന്റെ നാഥനായ മശിഹായ്ക്ക് സ്തുതി കരേറ്റുക. ദൈവമേ സ്തുതി. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശവാഴ്ചയും മഹത്വത്തിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്ത പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും സ്തോത്രവും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ ആലോചനകളിൽ അറുതിയില്ലാത്തവനും കൃപയിലും ജ്ഞാനത്തിലും മഹോന്നതനും ഉണ്മയുടെ തേജസ്സാൽ സൃഷ്ടികളെ അലങ്കരിച്ച് ഭൂലോകത്തെ മഹത്വീകരിച്ചവനും നിത്യജ്ഞാനിയുമായ സൃഷ്ടാവ് നീയാകുന്നു. അബ്രഹാമിന്റെ പുത്രിയും നിരസിക്കപ്പെട്ടവളുമായ സഭയെ ന്യായപ്രമാണമാകുന്ന മോതിരത്താൽ നീ അലങ്കരിച്ചു. പാതിവൃത്തമാകുന്ന മുടവിടം കൊണ്ട് അവളെ മൂടി മഹത്വമുള്ള മുന്തിരിവള്ളി എന്നവൾക്ക് പേരിടുകയും വിശുദ്ധ കൽപ്പനകളാകുന്ന വേലി ചുറ്റും കെട്ടുകയും പ്രവാചകന്മാരാകുന്ന ശീതമേഘങ്ങളിൽ കൂടി അതിനെ നനയ്ക്കുകയും സന്തോഷവർഷം കൊണ്ട് അതിനെ തഴപ്പിക്കുകയും ചെയ്തു. ഇവയൊക്കെയും നീ ചെയ്തിട്ടും അവൾ നിന്റെ ന്യായപ്രമാണങ്ങളുടെ വ്യവസ്ഥയെ നിരസിച്ചു. പ്രവാചകന്മാരെയും സ്ഥാനപതികളെയും കൊല്ലുകയും ഭർത്താരാധനകളെ സേവിക്കുകയും അത്രേ ചെയ്തത്. എന്നാൽ അവളുടെ അനുസരണക്കേട് കണ്ട് മനങ്കനിയെ അവളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന വിശുദ്ധ മണവാളനെ പൂർവന്മാർ ഉപകളാൽ വരച്ചു കാണിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നിന്നിൽ നിറവേറി. രക്ഷാകരമായ ക്രൂശ് മരണത്തിനു മുമ്പ് യെരുശലേമിലേക്ക് നീ പ്രവേശിച്ചപ്പോൾ ഫലം തേടി അത്തിവൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഫലശൂന്യമായി കണ്ടതിനെ ഉണക്കിക്കളയുകയും പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും തള്ളപ്പെടുന്ന സഭയെ ദൃഷ്ടാന്തീകരിക്കുകയും ചെയ്തു. അത്ഭുതകരമായ മനുഷ്യ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ നിന്റെ ദൈവത്വത്തിന് യോഗ്യമായ ഫലങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നതിന് വിശുദ്ധഭയെ പരിപക്വതയുള്ളതാക്കി തീർക്കുകയും അതിൻ്റെ കൊമ്പിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉയർത്തുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈശാനാഥ ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ സ്നേഹം നിന്മേൽ വച്ചിടുവാൻ കൃപയരുളണമേ. നീജരെ സ്നേഹിച്ചീ ലോകം തന്നിൽ നീജരിൻ വേഷമെടുത്തവതരിച്ചോന്നി നാശത്തിൽ നിന്നീ കുലത്തെ ഉദ്ധരിച്ചിടുവാൻ ക്രൂശിൽ ജീവനെ വെടിഞ്ഞോരു സ്നേഹം ഗ്രഹിച്ചടിയ. ഹാലേലൂയ ഹാലേലൂയ ബാറക്കുമോ ശുഭഹോല ബോല ബറോവൽ റുഹോ കാദീശോ മെന്നോ. പാപത്തിനുടെ നാശത്തിൽ വീണവരാം ഞങ്ങളെ താപത്തോടു ദർശിച്ചുടനെ വീണ്ടിടുവാനായി ഏകജാതനാം നിൻ ഓമനയാം സുതനെ ഏകിയോനെ നിൻ സ്നേഹമെമ്മാത്രം അടിയാർ നിന്നുടെ അടിമകളായി സേവ ചെയ്തെന്നും ഹൃതിമോദത്തോടെ തിരുമുൻപിൽ ജീവിച്ചിടുവാൻ. ഹാലേലൂയ അരുൾക നിൻ കൃപയെ നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണക്കേണമേ.
കർത്താവേ, നിന്റെ ക്രൂശിൽ രക്ഷിക്കപ്പെട്ട സഭയുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിന്റെ രക്തം കൊടുത്ത് വാങ്ങിയ ഇടവകയുടെ അപേക്ഷയിൽ പ്രസാദിക്കണമേ. നിന്റെ മരണത്താൽ അഭിമാനം പൂണ്ടവരായ ആടുകളുടെ യാചനകൾ ശ്രദ്ധിക്കണമേ. നിന്റെ മുറിവുകൾ ചുംബിക്കുന്ന മണവാട്ടിയുടെ പ്രാർത്ഥന കേൾക്കുകയും നിന്നിൽ നിന്നകറ്റുന്ന എല്ലാ വികാരങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കുകയും ചെയ്യണമേ. തിരുസഭ നിന്റെ കഷ്ടതയിൽ കഷ്ടാനുഭവിക്കുകയും നിന്റെ മഹിമയിൽ മഹിമപ്പെടുകയും നിന്റെ പുനരുദ്ധാനത്തിൽ സന്തോഷിക്കുകയും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ കൃപയരുളുകയും ചെയ്യണമേ. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവേ ആദാമ്യരെ നിൻ ഛായയിലാക്കാൻ നിൻ കൃപ നിന്നെ നിർബന്ധിച്ചു. ലംഘിച്ചവരെ രക്ഷിപ്പാൻ നിൻ മഹത്വം വിട്ടു നീ ദാസനെ പോലവേ താഴ്ത്തി നിന്നെ നിൻ കഷ്ടതയാ സ്വതന്ത്രരാവാൻ സ്നേഹത്താൽ നീ ജീവൻ വെടിഞ്ഞു. വിശപ്പോടെ നീയും അത്തി മരത്തിൽ ഫലം തേടിയെത്തി കണ്ടില്ലേതും ശാപത്താൽ നീ ഉണക്കി അതിനെ പാഠമാക്കിയുതർക്കുന്നു. നാഥ ഞങ്ങളെ ശപിച്ചിടരുതേ. ഇലമാത്രമെന്നേ ഫലമില്ലാത്ത മരം പോൽ ഞങ്ങളും നിൻതോട്ടത്തിൽ നിന്നിടുന്നയ്യോ വെട്ടുവാൻ ന്യായം ചുറ്റും കിളച്ചു വളമിട്ടും നീ ഫലം കായ്ച്ചിടുവാൻ തുണ ചെയ്യണമേ. നല്ലൊരു നാഥ സർവേശ്വരരെ ജീവൻ ഞങ്ങൾ കുണ്ടാവാൻ നീ കഷ്ടത സ്ലീബ സഹിച്ചതിനാലേ നിനക്കും താതനും വിശുദ്ധാത്മനും എന്നേക്കും സ്തോത്രം ഉണ്ടാകട്ടെ. ആമേൻ. കഷ്ടത സ്കീപ്പ മരണം സഹിപ്പാൻ വന്ന മശീഹ പ്രാർത്ഥന കേട്ടി അരുൾക നിൻ കൃപയെ ഞങ്ങളുടെ മേൽ. ഞങ്ങളുടെ സ്വന്തജനത്താൽ ത്യജിക്കപ്പെട്ട നല്ലവനേ നീ അവരെ കാണ
ശക്തി നടത്താൻ കഴിവുള്ളോ നീ ക്ഷമിച്ചവരോട് ദൂഷണം നിന്മേ ചുമത്തിയിട്ടും നീ വെറുത്തില്ലേതും ഭൂഷണമാക്കി നീ സ്നേഹം വിനയം തിരുമേനി തന്നിൽ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നോർത്തു നീ വിശപ്പോടെത്തി കൈപ്പേറും കായ്കൾ തന്നവർ നിന്നെ മരത്തിൽ തൂക്കി. ഞങ്ങളുടെ ദൈവമായ ഊമന്മാരുടെ നാവുകളെ നീ അഴിച്ചുവല്ലോ. ആ നാവു കൊണ്ടവർ നിന്നുടെ മുഖത്തിൽ തുപ്പിടുന്നു. ഭൂതങ്ങളെ നീ ഓടിച്ചിട്ടും ഭൂത തലവർ എന്നവർ നിന്നെ പരിഹാസത്താൽ വിളിച്ചിടുന്നു. എന്തോരത്ഭുത സ്നേഹം നിന്നിൽ വിളങ്ങിയിടുന്നു. വെന്തുരുകുന്നു നിൻ നെഞ്ചകമെല്ലാം ഞങ്ങളെ ഓർത്ത്. ആരാലുറപ്പ കഴിയും നാഥ തവ സ്നേഹത്തെ ആരാഞ്ഞറിവാൻ നിന്നാത്മാവേ അരുളിടേണമേ. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കാം. മാനസാന്തരെ വരുത്തിടേണമേ. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. തന്റെ പീഡാനുഭവത്താലേ വഴിതിരില്ല ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റില്ല ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റില്ല ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താസ്തുതി നിനക്ക് താതന്നു ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നോടെ അടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ടു മശിഹാ സിംഹാസനെ പ്രാർത്ഥനയത്തണമേ. സ്തുതിയൻ കർത്താവേ സ്തുതിയൻ
നിത്യ ശരണവുമേ സ്തുതിയേ ഭാരയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്രോതലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും എല്ലാവർക്കും ഇപ്പോൾ ഇരിക്കാമല്ലോ. 1ഉം 2ഉം പാഠങ്ങൾ ഇപ്പോൾ വായിക്കും. 1ഉം 2ഉം പാഠങ്ങൾ. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം. ഏദോമിൽ നിന്നും രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രായിൽ നിന്നും വരുന്നൊരുവൻ ആർ? വസ്ത്രാലങ്കൃതനായി എൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടന്നുകൊള്ളുന്നവൻ ആർ? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലവനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുമന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നുമില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു. എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കി, എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി, എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണനിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. യഹോവ നമുക്ക് നൽകുന്നത് പോലെ ഒക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്ക് മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ്റെ ഇസ്രയേൽ ഗൃഹത്തിന് കാണിച്ചു വലിയ നന്മയും കീർത്തിക്കും. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെയെന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ എൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്നും കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? എൻ്റെ മഹത്വത്തിലുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവരുടെ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവനെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ എനിക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്നും കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവർത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാത്ത വണ്ണം നീ അവിടെ അടക്കി വച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ അറിയുന്നുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു. നിന്റെ നാമം യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാത്തവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരയണമേ. നിന്റെ വിശുദ്ധ ജനത്തിന്
അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ നീ ഒരിക്കലും വാണ്ടിട്ടില്ലാത്തതും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തതും ഇല്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇങ്ങനെ ഒന്നാം പാഠഭാഗം അവസാനം. പാഠഭാഗമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എബ്രായർ 2. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവൻ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പ്രകാരം 2-ാം പാഠഭാഗം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമസ്കാരത്തിനായിട്ട് 63-ാമത്തെ പേജ് നമ്പർ 63. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി തീർന്നവനും ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാടും ഞങ്ങളുടെ സ്തോത്രത്തിനുള്ള പ്രധാന പുരോഹിതനുമായ മിശിഹാ തമ്പുരാനെ, തിരുവൻപാകെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയാൽ ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിൽ കഷ്ടത അനുഭവിപ്പാനും നിന്റെ താഴ്മയിൽ സാമ്യപ്പെടുവാനും നിന്റെ വിശുദ്ധന്മാരോടുകൂടെ സ്വർഗ്ഗലോകത്ത് സന്തോഷിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും കീർത്തനവും പാടുമാറാകണമേ. വാനം ഭൂമി സർവം നാഥ സ്തുതി നിനക്കെന്നും പാടിയിടട്ടെ. പാപികളെ നിൻ വരവിൽ ഓർത്ത് ആദരവോടെ തുണ ചെയ്യണമേ. ഭക്തൻ ഹാബേലിൻ ചരിതം ഭക്തന്മാർക്ക് അതിമോദം തന്നെ. ദുഷ്ടൻ കായേൻ ഭൂമിയിൽ നിന്നും ശൂന്യമായി വിസ്മയം ഹാബേൽ മരിച്ച് അവനുടെ വാർത്ത തിരുസഭയെന്നും കൊണ്ടാടുന്നു. കുറ്റമറ്റൊരു രക്തം കായേൻ ഭൂമിയിൽ കാരണമായി. ഹാബേൽ ദൈവ കുഞ്ഞാടു തുല്യൻ
എന്നൊരു നാമം ലഭിച്ചുടനെ ഇന്നും ഇവനെ സാക്ഷി കാരുടെ ശ്രേഷ്ഠൻ എണ്ണുന്നു. ദൈവസുതനാം കുഞ്ഞാടല്ലോ ലോകപാപങ്ങൾ ചുമന്നൊഴിപ്പാൻ താതനച്ചൊരു പിണിയാളിതനായി ഭൂതൻ വന്നുദിച്ചെന്താശ്ചര്യം. കായേൻ മക്കൾ ദേഷ്യത്താലേ അവരുടെ രക്തം ചിന്തി ക്രൂശിൽ. ആബേൽ കുലമോ കൈക്കൊണ്ടവനാ വിടുതൽ പ്രാപിച്ചുയർന്നിടുന്നു. സുതനിൻ ബലിയെ താതനിഷ്ട എന്നും സ്തോത്രം പാടാനരുൾക. ഞങ്ങൾക്ക് ഏറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവേ വാഴ്ത്ത പെട്ടതാക. സൃഷ്ടാവേ ക്രൂശിൻ മരത്തിൽ തൂക്കാൻ ആരാൽ കഴിയും? നീ ഭൂതലത്തിൽ ആദാമീനാൽ വന്നടിമയിൽ നിന്ന് വിടുതൽ ലഭിപ്പാൻ വലിയ സ്നേഹം അപമാനത്തിനിറങ്ങിയവനെ. ഇന്നാളിലേശു വിശപ്പാലത്തി മരകണ്ടരികെ എത്തിയിട്ടേതും ഫലം കാണായാലിനി മേലാരും നിങ്ങൾ നിന്നാനുഭവിച്ചിടായിക നരുളി ശാപം യൂദര ചൊല്ലി. രോഗങ്ങളെല്ലാം ശമിപ്പിച്ചവനെ സ്കീപ്പായിൽ കൊല്ലാൻ ഒരുമ്പെട്ടവർ. രോഗം പാപം ക്രോധം ശാപം തന്മേൽ വഹിച്ചു ശാന്തി ചെയ്ത കൃപയെ ഞങ്ങൾ കൊണ്ടാടുന്നു. ഞങ്ങൾക്കായതി കഷ്ടതകൾ ഏറ്റൊരു നാഥ ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയിൽ പങ്കുന്നിൻ രാജോഹരിയും നൽകണമേ. ഞങ്ങളുടെ അത്യുന്നതനെ പാപികൾക്കായി ക്രൂശിൽ നിന്നെ തറപ്പാന ഏൽപ്പിച്ചൊരു നിൻ കരുണയുടെ മധുരത ഏറ്റവും വലുതത്രേ. തകർകടിയാരെന്തു നൽകും? നന്ദിയ തിരുമുൻ കുമ്പിടുന്നു. ഞങ്ങളുടെ നിവർത്തിച്ചല്ലോ ദർശികളിൻ വചനം തിരുമേനിയിൽ നിന്റെ കഷ്ടത വിനയം നിന്നയുടെ സ്ലീബായും നീ സഹിച്ചതിനാൽ തവ ബലി കൊണ്ടഖിലാണ്ടത്തെ താതൻ പക്കൽ നിരപ്പാക്കി. മരണത്തെ നീ വരിച്ചതിനാൽ മരണമില്ലായ്മയെ ലഭിച്ചടിയാ
ജീവന് സ്വർഗദാനങ്ങള് വൈരിയവെല്ലാം ആയുധമാ സ്കീപ്പായിൽ നീ നേടിയവൻ നിവർത്തിയായ നുര ചെയ്തൽ നാൽപ്പത്തിരണ്ടാമത്തെ പുറത്തുള്ള സങ്കീർത്തനം 42. കർത്താവിന്റെ സകലദാസന്മാരുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശുദ്ധസ്ഥലത്തേക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവേ, എന്റെ സ്തുതി നിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. നിന്റെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, അപേക്ഷ നിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. നിന്റെ വചനത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അതിരങ്ങൾ നിന്നെ സ്തുതികളെ ഉച്ചരിക്കും. നിന്റെ കൈ എനിക്ക് സഹായക മാർഗമാണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ടു. കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയി. നിന്റെ ദാസനെ അന്വേഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ കൽപ്പനകളെ മറന്നില്ല. ദൈവമേ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. സകലത്തിന്റെയും ഉടയവനായി ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ എന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതി വാത്സല്യവും ആർദ്രകരുണയും ഞങ്ങളിൽ ഉണ്ടായിരിക്കണമേ. കൃപയുള്ള കർത്താവ് നീയാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളിൽ വർഷിപ്പിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും വന്ദനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായ്ക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള ഊർസ്ലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായേ, നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. പോലെ കടങ്ങളും ദോഷങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടരക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സഹോദരരെ, നമ്മുടെ അക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന്റെ ജീവന് രക്ഷയും പ്രസംഗിക്കുന്ന ശ്രീ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ വരുവാനിരിക്കുന്നവനുമായവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും എന്നേക്കും ഉണ്ടായിരിക്കണമേ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാൽ പ്രകാരം സംഭവിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചും കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടി അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നതിനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരുത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപം മേലെഴുത്തുമാരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു. പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സാധുക്കരും അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവവിവാഹം കഴിച്ച് തൻ്റെ സഹോദരൻ്റെ സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തെ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലാകിയാൽ തൻ്റെ ഭാര്യയെ സഹോദരനെ വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7ാമത്തവനും വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുദ്ധാനത്തിങ്കൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കുമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരമായി പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിനെ കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളിച്ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസമായിട്ട് പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ വിധാനം ചെയ്തവനും പ്രകാശനും സത്യത്തിലുള്ള സത്യവും ജനിച്ചില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരവാൻ മനുഷ്യ ഞങ്ങൾക്ക് പന്തിയോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അടുക്കപ്പെട്ട് തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാതെ ഒരാഴ്ചയുള്ളവനും ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരും പ്രഭാതത്തോടെ ഇനിയും വരുമാനിക്കുന്നവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ഒന്നിക്കപ്പെട്ട് സുഖപ്പെടുന്നവനും ദിവ്യന്മാരും ശ്രീകാമാരും മുഖാന്തരം സംസാരിച്ചവനുമായ കാതോലികമായ ഏകവിശ്വസഭയിലെ ഞങ്ങൾ പാപമോചനത്തിനുള്ള മാമോദീസ ലോകത്തിലെ ബുദ്ധിജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ബാരിക്കുമോർ സൗമൻ കാലോസ് എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോഴേ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്ര പാട്ട് പാടുന്ന സമയത്ത്
യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയവോടെ കേൾക്കണമേ. തിരക്കിനിടയിലും സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ദേവാലയത്തിലേക്ക് ആരാധനയിലേക്ക് വരികയും പ്രത്യേകിച്ച് കളമശ്ശേരിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ആരാധനയിൽ വന്ന് സംബന്ധിക്കുക. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടവേളയുടെ എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കരുതലും സ്നേഹവും എല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൽ നിന്ന് കുറച്ച് നേരം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ചുള്ള സന്തോഷം ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയം ഒരുക്കിയിടാം. എല്ലാ ദിവസവും നമുക്ക് 6:30 മണിക്ക്, നാളെയും മറ്റന്നാൾ 6:30 മണിക്ക് സന്ധ്യ നമസ്കാരം ആരംഭിക്കും. നമ്മുടെ ശുശ്രൂഷകൾ 8 മണിയാകുമ്പോഴേക്കും അവസാനിക്കും എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സാറ് നല്ലൊരു സ്നേഹിതനാണ്, നല്ലൊരു സുഹൃത്താണ്. എല്ലാം തന്നെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരാളും കൂടെയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇടവയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. ദൈവം അനുവദിച്ചാൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിശ്ചയമായിട്ടും അതും നമുക്ക് അഭിമാനിക്കാനായിട്ടുള്ള വക നൽകുന്ന സംഗതിയാണ്. ഇന്ന് വചനം ശുശ്രൂഷിക്കാം എന്ന് പറഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിച്ചുവല്ലോ. ഏറ്റവും സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഷിബു ഡാനിയൽ സാറിന് ഇന്ന് രാത്രിയിലുള്ള തിരുവചന പ്രഘോഷണത്തിനായി ഞാനിപ്പോൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്യന്മാരെ ഹെരോദിനോടുകൂടി അവൻ്റെ
യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. രീതിയിലാണല്ലോ, അങ്ങനെയാണ് നമ്മൾ നമസ്കാരം പാടുന്നത്. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിക നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിന്തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ ഈയടിയാനുള്ള ഉറക്കം കർത്താവേ, നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിവിടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രമതേ ക്ഷമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാ നല്ലയുറക്കമെനിക്കു നിതാ. ആകാ സ്വപ്നമശുദ്ധിയിൽ നിന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം മുഴുവൻ. ആകാനിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാ എന്റെ ശരീരം കാപ്പാനാ. വെളിവിനുടെ മാലാകായി എനിക്കു നിതരണം കർത്താവേ. ദേഷ്യതപ്പെട്ടോരീച്ചയിൽ നിന്നെന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ഉയരേകും നിന്ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിസഭയും നിൻ രക്തം. നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എൻ്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി. എൻ്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോടു തന്നെ യാചിപ്പു. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനടച്ചവനെ. എന്നെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്രീമരണത്താൽ എൻ്റെ ആയുസ് കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ. എൻ്റെ നിദ്രാവേളയിലും നിന്റെ ഉപവധി കാട്ടണമേ. നിന്തിരു മനസ്സിനെ ഞാനറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്ക് മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ. ഞങ്ങളുടെ രക്ഷകനാം മശിഹാ നാഥ അടിയാർ കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്കു സ്തുതി, നിന്നനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേലായിരമായി അളവ് കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളെ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകേണമേ. പ്രിയലായിസോൻ, പ്രിയലായിസോൻ, പ്രിയലായിസോൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധനാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ
ഞങ്ങളുടെ കടദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചൊല്ലണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ നിന്റെ കൃപയാൽ ധാരാളമായ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവവും ബലഹീനതവും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും